യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ NQവിലെടുത്തിട്ടുണ്ടായിരുന്ന ഒരു 4 hour CRT ട്രേഡിൻ്റെ ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ഈ ഒരു ട്രേഡ് എടുത്തത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള കൺഫർമേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്, ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സോ നമുക്ക് CRT ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ CRT ക്യാൻഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് ഒരു 70% എബോവ് ബോഡി വരുന്ന ക്യാൻഡിൽസിനെയാണ് ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്യാറുള്ളത്. എന്ന് വെച്ചാൽ അതിന് വിക്ക് കുറവായിരിക്കണം, ബോഡി പാർട്ടായിരിക്കണം കൂടുതൽ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ കാണാൻ പറ്റും. ഈ ക്യാൻഡിലിൽ ഒരു 10% വിക്ക് താഴെ, ഒരു 5% വിക്ക് മേലെ. ഓക്കെ, ബാക്കിയുള്ളൊരു 85% എന്താണ് ഈ ഒരു ക്യാൻഡിൽ ബോഡിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്യാൻഡിലാണ് ഞാൻ പേഴ്സണലി ഈ ഒരു CRT ക്യാൻഡിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, അല്ലാതെയും ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അതാണ് റോങ് അല്ലെങ്കിൽ ഇതാണ് റൈറ്റ് എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായത് ഈ ഒരു ക്യാൻഡിലായിരുന്നു. ഓക്കെ, 4 hour ടൈം ഫ്രെയിമിലാണ് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ആ ഒരു ക്യാൻഡിൽസ് ലൈക്ക് നമ്മളെങ്ങനെയാണത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടത് എന്ത് ചെയ്യാം ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് ആ ഒരു 4 hour ക്യാൻഡിൽ ഫോം ചെയ്ത ശേഷം, ആ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആയ ശേഷം എന്ത് ചെയ്യുക, ക്യാൻഡിൽ ഹൈ ലോ മാർക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഇതാണ് ആ ഒരു ക്യാൻഡിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ക്യാൻഡിലെ ഹൈ, ഓക്കെ, CRT ഹൈ ആയിട്ട് മാർക്ക് ചെയ്യും. അതുപോലെ ഇതിന് നമ്മൾ CRL അല്ലെങ്കിൽ CRT ലോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ക്യാൻഡിലിൻ്റെ മേലെയോ അല്ലെങ്കിൽ താഴെയോ ആയിട്ട് കീ ലെവൽസ് എന്തെങ്കിലും വേണം. ഓക്കെ, സോ നമുക്ക് താഴെയോ അല്ലെങ്കിൽ മേലെയോ ഇവിടെ നമുക്ക് ഓക്കെ കീ ലെവൽസ് ഇൻ ദ സെൻസ് നമുക്ക് ഓർഡർ ബ്ലോക്ക്, ഓക്കെ, ഓർഡർ ബ്ലോക്ക്, ഓക്കെ, ബ്രേക്കർ ബ്ലോക്ക്, QM, FVG. ഓക്കെ, FVG തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് FVGs ഉണ്ട്. ഇൻവേർഷൻ FVG, BPR. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കീ ലെവൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ലിക്വിഡിറ്റീസും എന്ത് ചെയ്യാം, ബൈ സൈഡ് ലിക്വിഡിറ്റി ആൻഡ് സെൽ സൈഡ് ലിക്വിഡിറ്റി, ഇതും നമുക്ക് എന്ത് ചെയ്യാം കീ ലെവൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഏതൊക്കെ കീ ലെവൽസ് അറിയോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൺസിഡർ ചെയ്യാം. റിജക്ഷൻ ബ്ലോക്ക്, RB, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവിടെ പ്രൈസ് ഈ ഒരു കീ ലെവൽ പ്രൈസ് ടാപ്പ് ചെയ്ത ശേഷം പ്രൈസ് ഇവിടുന്ന് എന്ത് ചെയ്യും, താഴോട്ടേക്ക് റിവേഴ്സ് ആവും. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സപ്ലൈ കീ ലെവൽ പ്രൈസ് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. നമ്മൾ ഡിമാൻഡ് കീ ലെവൽസാണ് നോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിലെ ലോ എടുത്ത ശേഷം ഈ ഒരു ഡിമാൻഡ് കീ ലെവൽസ് ടാപ്പ് ചെയ്ത ശേഷം റിവേഴ്സ് ആവും. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഉണ്ടായത് ഒരു സപ്ലൈ കീ ലെവലാണ്, 4 hour FVG ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് ഇവിടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്ത് എന്ന് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ഒരു 4 hour CRT ഫോം ചെയ്തു, ഹൈ ലോ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പ്രൈസ് ഈ ഒരു സോണിൽ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു സമയത്ത് നമ്മൾ 5 minute നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൺഫർമേഷൻ നോക്കുക. ഓക്കെ, സോ 5 minute 15 minute കൺസിഡർ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് ചോയ്സ് ആണ്, ലൈക്ക് നമുക്ക് എന്ത് ചെയ്യാം, 5 minute വേണമെന്നുണ്ടെങ്കിൽ 5 minute നോക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 15 minute നോക്കാം. ഞാൻ പേഴ്സണലി നോക്കാറുള്ളത് 5 minute. ഓക്കെ, സോ ഇനി നമ്മളിവിടെ നോക്കുന്ന കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കീ ലെവൽ ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് ഈ ഒരു പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു കീ ലെവലിൽ നിന്ന് നമുക്ക് ഒരു കൺഫർമേഷൻ ഓക്കെ തരണം. ഓക്കെ, സോ നമുക്ക് ആ ഒരു ലാസ്റ്റ് അപ്പ് ക്ലോസ് ക്യാൻഡിൽ താഴെ
പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് കാണിച്ചിട്ട് ലെറ്റ്സ് സീ നമുക്കിവിടെ എങ്ങനെയാണ് അത് ഫോം ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു CRT ഹൈ എടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ കീ ലെവലിൽ ടാപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ആ ഒരു ലാസ്റ്റ് അപ്പ് ക്ലോസ് ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ, ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ താഴെ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്കായി. ഓക്കെ, ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു FVG ഇൻവേർഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു FVGയുടെ ഫോർമേഷനോ, ഓക്കെ, ഒരു ബിയറിഷ് FVG ആണ് നമുക്കിവിടെ ഫോം ചെയ്യേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബുള്ളിഷ് FVGയുടെ ഇൻവേഴ്സ് ആവണം. ഓക്കെ, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായത് ഒരു FVG ആയിരുന്നു. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ നമുക്കൊരു ബിയറിഷ് FVG ഫോം ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്തു, അതിൻ്റെ കൂടെ നമുക്ക് ഒരു ബിയറിഷ് FVGയും ഫോം ചെയ്തു. സോ നമുക്ക് എക്സ്പെക്റ്റേഷൻ എന്താ, പ്രൈസ് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, താഴോട്ടേക്ക് റിവേഴ്സ് ആവും എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ട രൂപം നമ്മൾ ഇവിടെ ഈ ഒരു CRT ക്യാൻഡിലിൻ്റെ ലോ ടു ഹൈ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഫിബ് റീട്രേസ്മെൻറ്റ് മാർക്ക് ചെയ്യും. ഓക്കെ, ഫിബ് റീട്രേസ്മെൻറ്റ് ടൂൾ എടുത്ത ശേഷം അതിൽ നമ്മൾ 0.5 1 ഈ 3 ഫിഗേഴ്സ് മാത്രം എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ അൺടിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ 50% ഇതാണ് നമ്മുടെ 50% ഏരിയ. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു FVG എന്ന് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 50% ഓഫ് CRT ആയിരിക്കും. നമ്മളെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈൻ്റെ മേലെ കീപ്പ് ചെയ്യാം. ആൻഡ് ഫൈനൽ ടാർഗറ്റ് നമ്മൾ ഈ ഒരു CRT ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CRT ലോ വരെ പ്രൈസ് വന്നോളണം എന്നില്ല. പ്രൈസ് എന്ത് ചെയ്യാം, 50% എത്തിയതിന് ശേഷം റിവേഴ്സ് ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ എന്ത് ചെയ്യണം, പാർഷ്യലി പ്രോഫിറ്റ് എടുക്കണം, അത് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ലെറ്റ്സ് സീ നമുക്ക് ഈ ഒരു ട്രേഡ് എങ്ങനെയാണ് ഇവിടെ വർക്കൗട്ട് ആയത് എന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ആ ഒരു ട്രേഡ് ഇവിടെ ആക്റ്റീവായി, നമ്മുടെ ഒരു 50% നമുക്ക് ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 50% ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ട്രേഡ് ബ്രേക്ക് ഈവണിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവൺ. ഓക്കെ, ഈ രീതിയിൽ എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ പ്രൈസ് എത്തിയ ശേഷം നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഓൾറെഡി ഒരു ഡിമാൻഡ് ഏരിയ ആയിരുന്നു. ഓക്കെ, ഇവിടെ നമുക്കൊരു ലാസ്റ്റ് സെൽ ക്യാൻഡിൽ കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് ഇതിനേക്കാളും ഹയർ ആയിട്ടുള്ള ടൈം ഫ്രെയിമിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, ഇവിടുത്തെ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ഏരിയയിലെത്തിയ ശേഷമാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, അവിടെ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് പ്രൈസ് ഏതെങ്കിലും രീതിയിൽ കൺഫർമേഷൻസ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ട്രേഡ് അവിടെ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് പ്രൈസ് ഈ ഒരു ഏരിയ റെസ്പെക്റ്റ് ചെയ്ത ശേഷം പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങി, മൊമെൻറ്റം ഷിഫ്റ്റായി തുടങ്ങി. ഓക്കെ, സോ ഇവിടെ പ്രൈസ് ഉണ്ടല്ലേ, പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങി, മൊമെൻറ്റം ഷിഫ്റ്റായി തുടങ്ങി. സോ ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യാനുണ്ടായത്. ഓക്കെ, സോ എന്നാലും നമുക്ക് ഒരു ഡീസൻറ്റ് റിവാർഡ് ഇവിടെ പ്രൈസ് തന്നിട്ടുണ്ട്. 1:7 റിവാർഡ് ഉണ്ടായിരുന്നു ഈ ഒരു ട്രേഡിന്. ഓക്കെ, ഒരു 1:4 അറൗണ്ടിലാണ് ഈ ഒരു ട്രേഡ് എക്സിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലൊരു CRT ക്യാൻഡിൽ വേണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു 4 ടൈം ഫ്രെയിമിലെ CRT ക്യാൻഡിൽ മാർക്ക് ചെയ്തു. ഓക്കെ,
സോ പിന്നെ നമുക്ക് അതിൻ്റെ താഴെയോ അല്ലെങ്കിൽ മേലെയോ നമുക്ക് എന്ത് വേണം, ഒരു കീ ലെവൽ വേണം. ഇവിടെ നമുക്ക് കീ ലെവലായിട്ടുണ്ടായത് ഈ ഒരു 4 ഓവർ FVG ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 4 ഓവറിലെ CRT ക്യാനിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ 4 ഓവർ കീ ലെവലെങ്കിലും മിനിമം വേണം. ഓക്കെ, 4 ഓവർ CRTയും 1 അവർ കീ ലെവലും അത് കൺസിഡർ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ 1 അവർ CRT എടുക്കുകയെന്നുണ്ടെങ്കിൽ 50 മിനിറ്റിലെ കീ ലെവൽസ് ആ രീതിയിൽ കൺസിഡർ ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹയർ ടൈം ഫ്രെയിമിലെ കീ ലെവൽസ് നോക്കണം. ഓക്കെ, അപ്പോൾ 4 ഓവർ CRT 4 ഓവർ കീ ലെവൽ ഇതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായത്. ഓക്കെ, 4 ഓവർ കീ ലെവലിന് 4 ഓവർ CRT ക്യാൻഡിൽ ഫോമായി. സോ നമ്മൾ എന്ത് ചെയ്തോടെ 5 മിനിറ്റ്സിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ നോക്കി. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു കൺഫർമേഷന് ശേഷം നമ്മൾ ട്രേഡ് എടുക്കുകയുണ്ടായത്. ഓക്കെ, സോ എല്ലാവർക്കും ഈ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഡൗൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് എനി ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു ആൾ.